പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന അഭിഷക്തൻ പ്രവചിച്ചത് വലിയ മഴയുടെ മുഴക്കം ഉണ്ടെന്നാണ്. പ്രാർത്ഥനാ മുറിയിലിരിക്കുന്ന പ്രവാചകൻ ബാല്യക്കാരനെ പറഞ്ഞുവിട്ട് കേൾക്കുന്ന വാർത്ത ഒന്നുമില്ല. താൻ പറയുക, നീ 7 പ്രാവശ്യം പോയി നോക്കുക, ഇതിന്റെ ഇടയ്ക്ക് നീ വരണ്ട. 7ാമത്തെ പ്രാവശ്യം പ്രാർത്ഥനയുടെ മറുപടിയായി താൻ കേൾക്കുന്നത് ഒരു മനുഷ്യന്റെ കൈ പോലെ ചെറിയ മേഘം. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ബാല്യക്കാരനോട് പറയുക, നീ പോയി പറ, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഓടുക. കാരണം പ്രവചിച്ച പ്രവചനം വലിയ മഴയുടെ മുഴക്കം, കേൾക്കുന്നത് ഒരു മനുഷ്യന്റെ കൈ പോലെ ചെറിയൊരു മേഘം. സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ മാത്രം കണ്ടെത്തിയ ചെറിയ സൈനുകൾ, ചെറിയ അടയാളങ്ങൾ തനിക്ക് മനസ്സിലായി. ഇതെന്റെ പ്രാർത്ഥനാ മുറിയിലെ പ്രാർത്ഥനയുടെ അടയാളമാണ്. താൻ പറഞ്ഞു, വലിയ ഒരു മഴയുടെ മുഴക്കമുണ്ട്, രഥം പൂട്ടി ഓടിക്കൊള്ളുവാൻ താൻ പറയുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചെറിയ ചെറിയ അടയാളങ്ങളായി തുടങ്ങുമ്പോൾ നീ അതിനെ നിസ്സാരവൽക്കരിക്കാതെ, ഒരിക്കൽ കൂടെ പറയാം, അതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാതെ നീ എഴുന്നേൽക്കുക. ക്ഷണത്തിൽ മേഘം കറക്കുന്നു. മേഘം കറുത്ത് അത് ഒരു വലിയ മഴ പെയ്യാൻ കാരണമാകുന്നെങ്കിൽ ഞാൻ പ്രവചിച്ച് നിങ്ങളോട് കൈമാറുന്നു. നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥനാ മുറിയിലിരുന്ന് കേൾക്കുന്ന ചെറിയ ചെറിയ സബ്ജക്റ്റുകൾക്ക് സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ അസാധാരണമായ മറുപടികൾ ക്ഷണത്തിൽ വെളിപ്പെടുത്തി നിങ്ങളെ മാനിക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, മറക്കരുത്, നിങ്ങളുടെ ലൈഫിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ. ചെറിയ കാര്യങ്ങളെ തൃണവൽഗണിക്കാതെ, ചെറിയ കാര്യങ്ങളെ നിസ്സാരമായി കാണാതെ, ആത്മാവിൽ ദൈവം കാണിക്കുന്ന അടയാളങ്ങൾക്ക് കൈകൊടുത്തിട്ട് വാ കൊണ്ട് വലിയ കാര്യങ്ങൾ പറയുക. ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുക. ക്ഷണത്തിൽ മേഘം മൂടാൻ പോകുന്നു. വലിയൊരു കാർമേഘം വരാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻമഴ പെയ്യിക്കാൻ പോകുക. ഉണങ്ങിയ നിലങ്ങൾ അത് നനഞ്ഞ് അത് വിതയ്ക്കുവാൻ യോഗ്യമായി തീരും. അർത്ഥം, നിന്റെ ക്ഷാമകാലം മാറാൻ പോകുന്നു. നിന്റെ നിരാശയുടെ കാലം മാറാൻ പോകുന്നു. നിന്റെ വേദനയുടെ കാലം മാറാൻ പോകുന്നു. ദീർഘനാളുകൾ ക്ഷാമത്തിന്റെ അവസ്ഥയിൽ, വരൾച്ചയുടെ അവസ്ഥയിലായിരുന്ന സാഹചര്യങ്ങൾ നിന്റെ പ്രാർത്ഥന കൊണ്ട് ദേശത്തിന് അനുഗ്രഹമാകാൻ പോകുന്നു. ദേശം നനയാൻ പോകുന്നു. ദേശം വിതയ്ക്കാൻ യോഗ്യമാകുന്നു. ഞാനൊന്ന് പ്രവചിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ വരണ്ട് കിടക്കുന്ന മേഖലകളെ ആത്മാവിൽ നനയിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നെങ്കിൽ ഞാൻ പറയാം, വലിയൊരു കൊയ്ത്ത് ഉണ്ട്.